ഹലോ ഗൈസ്, വെൽക്കം ടു ഫുസൻ, ബവേറിയയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് ചാമിംഗ് ടൗൺസിലൊന്ന്. ഈ കളർഫുൾ ബിൽഡിംഗ്സ്, കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ്, ഫ്ലവർ ഫിൽഡ് ബാൽക്കണീസ്, പിന്നിൽ കാണുന്ന ആൽപ്സ് ഇതെല്ലാം ചേർന്നാൽ ഒരു ഫെയറി ടെയിൽ ടൗൺ പോലെയാണ് തോന്നുക. ബട്ട് വെയിറ്റ്, ഈ മനോഹരമായ ടൗണിൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് 1200 വർഷം പഴക്കമുള്ള ഒരു ചർച്ച് ആൻഡ് ആൻ അൺബിലീവബിൾ ഡ്രാഗൺ ലെജൻഡ്. സോ ലെറ്റ്സ് ഗോ ദേർ. ദിസ് ഈസ് ദ ബസിലിക്ക ഓഫ് സെയിൻറ്റ് മാങ്ക്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു സ്റ്റണ്ണിംഗ് ബറോക്ക് ചർച്ചാണ്. പക്ഷേ ഈ ചർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത് 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ താമസിച്ചിരുന്ന ഐറിഷ് മോങ്ക് സെയിൻറ്റ് മാഗ്നസിൻ്റെ ചെറിയ സെല്ലിൻ്റെ മുകളിലാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഗ്രാൻഡ് ബസിലിക്ക ഒരു ചെറിയ ഹെർമിറ്റ് ഷെൽട്ടറിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. ആസ് വി സ്റ്റെപ്പ് ഇൻസൈഡ്, പുറത്ത് തിരക്കൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഗോൾഡൻ ഡെക്കറേഷൻസ്, ബ്യൂട്ടിഫുൾ സ്കൾപ്ചേഴ്സ്, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഇവിടെ കടന്നു വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് വെരി കൂൾ ഹിയർ. നൗ ലുക്ക് അപ്പ്. ഈ മേൽക്കൂരയിലെ അതിമനോഹരമായ ഭിത്തിച്ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവ വെറും അലങ്കാര ചിത്രങ്ങളല്ല. ഓരോ ചിത്രവും സെയിൻറ്റ് മാഗ്നസിന്റെ ജീവിതത്തിലെ ഓരോ അധ്യായങ്ങളാണ്. സദേൺ ജർമ്മനിയിൽ ഒരു വിശുദ്ധന്റെ ജീവിതം, ആ ജീവിതം മുഴുവൻ മേൽക്കൂരയിലെ ഭിത്തിച്ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ദേവാലയമാണിത്. പക്ഷെ ആരായിരുന്നു ഈ സെയിൻറ്റ് മാഗ്നസ്? ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡിൽ നിന്നും എത്തിയ ഒരു സന്യാസി. അദ്ദേഹം ഈ പ്രദേശത്തെത്തുമ്പോൾ ഇവിടെ കാടുകളും വന്യമൃഗങ്ങളും നിറഞ്ഞിരുന്നു. ഗ്രാമവാസികൾ ഭയത്തോടെയാണ് ജീവിച്ചിരുന്നത്. പ്രാദേശിക ഐതിഹ്യങ്ങൾ പറയുന്നത് ആളുകൾ ഭീതിയിലാഴ്ത്തിയിരുന്ന ഡ്രാഗൺസിനെയും വിഷസർപ്പങ്ങളെയും സെയിൻറ്റ് മാഗ്നസ് തൻ്റെ വിശ്വാസവും ധൈര്യം കൊണ്ട് നേരിട്ടു എന്നാണ്. റോസ് ഹൗപ്റ്റൺ എന്ന ഗ്രാമത്തിനടുത്ത് ഒരു ഭീമനായ ഡ്രാഗൺ യാത്രക്കാരുടെ വഴി തടഞ്ഞു നിന്നിരുന്നു. സെയിൻറ്റ് മാഗ്നസ് പ്രാർത്ഥിച്ച് കുരിശുയർത്തിപ്പിടിച്ച് ആ ഡ്രാഗണിനെ നേരിട്ടു. ഒടുവിൽ ഗ്രാമവാസികൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന വഴി തുറന്നു എന്നാണ് കഥ. ഏറ്റവും മനോഹരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കുഞ്ഞൻ ഡ്രാഗനെ അദ്ദേഹം കൊല്ലാതെ ജീവിക്കാൻ അനുവദിച്ചു എന്നതാണ്. പിന്നീട് ആ ഡ്രാഗൺ ഗ്രാമത്തിലെ കർഷകരുടെ സുഹൃത്തായി മാറി വയലുകൾ നശിപ്പിച്ചിരുന്ന എലികളെയും മറ്റ് കീടങ്ങളെയും വേട്ടയാടി വിളകളെ സംരക്ഷിച്ചു എന്നാണ് വിശ്വാസം. സോ ഒരു കാലത്ത് എല്ലാവരും ഭയന്നിരുന്ന ഒരു ഡ്രാഗൺ പിന്നീട് ഗ്രാമത്തിന്റെ രക്ഷകനായി മാറുന്നു. ഇതാണ് അവിടുത്തെ ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഈ ബസിലിക്കയിൽ ഇന്ന് പല സ്ഥലങ്ങളിൽ ഡ്രാഗൺ ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവ വെറും അലങ്കാരമല്ല, സെയിൻറ്റ് മാഗ്നസിന്റെ ധൈര്യത്തിന്റെയും കരുണയുടെയും ഓർമ്മകളാണ്. സോ ഇവിടെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഡ്രാഗൺ ഷേപ്ഡ് കാൻഡിൽ ഹോൾഡേഴ്സ് ആണ്. സെയിൻറ്റ് മാഗ്നസിൻ്റെ ലെജൻഡറി ഡ്രാഗൺ സ്റ്റോറീസിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹൈ അൽത്താറിൽ കാണുന്ന ട്രാൻസ്പെറൻറ്റ് ക്രോസിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത് സെയിൻറ്റ് മാഗ്നസിൻ്റെ ഒറിജിനൽ വോക്കിംഗ് സ്റ്റാഫ് ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആൻഡ് നൗ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് മാഗ്നിഫിസൻറ്റ് പൈപ്പ് ഓർഗൻ. ഈ ബ്യൂട്ടിഫുൾ ബറോക്ക് കാർവിംഗ്സിന് നടുവിൽ നിൽക്കുന്ന ഈ ഓർഗൻ ഇന്നും സർവീസിലും കൺസേർട്ടിലും ഉപയോഗിക്കുന്നതാണ്. ഇമാജിൻ ഹിയറിംഗ് ഇറ്റ്സ് പവർഫുൾ മ്യൂസിക് എക്കോ ത്രൂ ദിസ് എൻറ്റയർ ബസിലിക്ക. That must be an unforgettable experience.